അതിന് 1 കപ്പ് അരിപ്പൊടി വേണം. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ നല്ല നൈസായിട്ടുള്ള പൊടി, അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് കടയിൽ നിന്നും മേടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. ജീരകം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കാം. എള്ളുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, കുറച്ച് മതിയാവും, അതും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. 1/2 കപ്പോളം തൈര് വേണം. അപ്പോൾ തൈരും കൂടി ചേർത്ത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊരു പുളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് വീണ്ടും കുഴച്ചെടുക്കണം. തൈര് എല്ലാ ഭാഗത്തും അരിപ്പൊടിയിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ പുട്ടിനൊക്കെ കുഴിക്കുന്ന ആ ഒരു പരുവത്തിലാക്കി കിട്ടും. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും മതി, ഏതാണോ ഉള്ളത് അത് ചേർക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. നമുക്ക് പതുക്കെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടിതൊന്ന് അലിയിച്ചെടുക്കാം. നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ എടുത്ത ബൗളിലേക്ക് തന്നെ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടുള്ള സമയത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കൈ പൊള്ളൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു ചൂടുള്ളപ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മളിത് കുഴച്ചിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അഥവാ നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. കാരണം ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മാവിൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടുന്ന അരിപ്പൊടി അനുസരിച്ചിരിക്കും ഇതിൻ്റെ പരുവൊക്കെ. ഇനി നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ തടവിന് ശേഷം കുറച്ച് മാവെടുത്ത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനിങ്ങനെ പരത്തിയെടുത്താൽ തന്നെ നന്നായിട്ട് ഇത് നീണ്ട് വരും. അപ്പോൾ ഒരുപാടങ്ങ് കനം കുറയ്ക്കേണ്ട, കുറച്ചൊരു കട്ടിയിൽ ഇതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിത് 2ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നീളമൊക്കെ നമുക്ക് എത്ര നീളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇത് കുറച്ചും കൂടി നമുക്കൊന്ന് വലുതാക്കിയെടുക്കാം. ഇതുപോലെയാണ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. കുറച്ച് മാവെടുത്ത് നല്ല നീളത്തിലാക്കിയാൽ നമുക്ക് 4 എണ്ണമൊക്കെ ഒറ്റ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. ഒട്ടി പിടിക്കുകയൊന്നുമില്ല, വെവ്വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ മാവ് കുഴയ്ക്കുന്ന പരുവം കറക്റ്റായിരിക്കണം. ഈ പറഞ്ഞ അളവിൽ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാനായിട്ട്, എന്നാലേ ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ആ ക്രിസ്പിനെസ്സും കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പുറം ഭാഗം കളർ മാറും, പക്ഷേ അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. ആ ഒരു ക്രിസ്പിനെസ്സും കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഒരു സൈഡ് ഒന്ന് കളർ മാറിയതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. എണ്ണയിൽ ഇട്ട പാടെ തന്നെ ഇട്ട് മിക്സ് ചെയ്യാൻ പോരുത്. കളറൊന്ന് മാറിയതിന് ശേഷം എല്ലാ സൈഡും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒരേപോലത്തെ കളറാവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ച് കഴിക്കാം.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.